തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ എത്രമാത്രം CPM ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടുകാരോട് സമ്മതം വാങ്ങി ഈ പ്രദേശത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് ഈ വീടിന്റെ മതില് വെള്ളയടിച്ച് സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവില് ഈ മതില് തന്നെ ഈ പ്രദേശത്തെ CPM പ്രവർത്തകര് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരു ജനാധിപത്യത്തില് മര്യാദയോടുകൂടി നടക്കേണ്ട ഒരു മത്സരം, ആ മത്സരത്തെ അക്രമത്തിന്റെ പാതയിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് CPM പരിശ്രമിക്കുകയാണ്. ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും തങ്ങളുടെ സ്ഥലം ഏത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നൽകാം. അതാണ് നാട്ടിലെ നിയമം. അങ്ങനെ നൽകി എന്നുള്ളൊരു കുറ്റത്തിനാണ് ആ മതില് തന്നെ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇത് ലോകത്ത് എവിടെ നടക്കും? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യാണ് നമ്മളിവിടെ കാണുന്നത്. അവരത്രമാത്രം സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് അവർക്ക് 100% ബോധ്യമായിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇത് അട്ടിമറിക്കുക, അവിടെ അക്രമം ഉണ്ടാക്കുക, ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് നടത്താൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെ അക്രമവും കലാപവും ഉണ്ടാക്കിയിട്ട് സുരേഷ് ഗോപിയുടെ ജയം തടയുക എന്നുള്ളതാണ് ഇരുട്ടിന്റെ മറവില് സുരേഷ് ഗോപിയുടെ പേരെഴുതിയിട്ടുള്ള ഈ മതില് തകർത്തതിൽ കൂടി ഇവിടുത്തെ CPM ഉദ്ദേശിക്കുന്നത്. ഇത് CPMന്റെ സാധാരണ പ്രവർത്തകരൊന്നുമല്ല. ഇത് ഗുരുവായൂരിലെ CPMന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി, പാർട്ടി ഓഫീസിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ മതില് തകർത്തിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കണ്ണു തുറന്ന് കാണണം. സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മനുഷ്യൻ, ജനങ്ങൾക്ക് ഇത്രമാത്രം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരെഴുതി എന്നതിന്റെ പേരിലാണ് ഈ പാവം വീട്ടുകാരുടെ മതില് തകർത്തിട്ടുള്ളത്. ആ വീട്ടുകാർക്ക് പരാതി കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയ ഉപരോധം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇതുകൊണ്ടൊന്നും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരു കാരണവശാലും തടയാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള അധമ പ്രവൃത്തി, അക്രമ പ്രവൃത്തി ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയും. ഇതിന് ജനാധിപത്യ മാർഗത്തിൽ കൂടി, വോട്ടിന്റെ മാർഗത്തിൽ കൂടി ശക്തമായിട്ടുള്ള തിരിച്ചടി ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തൃശൂരിൽ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നതിന്റെ പേരിൽ തകർക്കപ്പെട്ട മതിലാണ് നമ്മളിവിടെ കാണുന്നത്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ കാവീട് തലയങ്ങാട്ടിരി എന്ന് പറയുന്ന CPMന് അല്പം സ്വാധീനമുള്ള ഇവിടുത്തെ CPMന്റെ ഏരിയ സെക്രട്ടറിയുടെ വീടിന്റെ മൂക്കിന് താഴെയുള്ള സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഈ CPM പ്രദേശത്താണ് സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നതിന്റെ പേരിൽ CPMകാരായിട്ടുള്ള ഇരുട്ടിന്റെ സന്തതികൾ ഏരിയ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഈ വീട്ടുകാരുടെ മതില് തന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു.